ഹലോ സുഹൃത്തുക്കളെ, അപ്പം നമ്മുടെ മറ്റൊരു ഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളത് രാവിലെ തന്നെ റൂം ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞു. എൻ്റെ കൂടെ രാമുണ്ട്. ഇനി അങ്ങോട്ടേക്ക് 22 വരയ്ക്ക് നമ്മുടെ സാരഥി കിഷോർ ഭായിയാണ്. പുള്ളിക്കാരൻ വന്നിട്ട് മേ ബി അരുണാചൽ ട്രിപ്പിൽ പുള്ളിയാണോ വരുന്നത് നമുക്കറിയില്ല. പക്ഷെ മേഘാലയ ഫുള്ള് പുള്ളിയാണ് നമ്മുടെ കൂടെ. നമ്മളിപ്പോൾ മേഘാലയയുടെ ഫസ്റ്റ് ഡേയിലേക്ക് പോവുകയാണ്. നമ്മുടെ സ്റ്റേ വന്നിട്ട് ടോക്കി, അതായത് നമ്മുടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും ക്ലീനസ്റ്റ് ആയിട്ടുള്ള വില്ലേജസിൽ ഒന്നാണ് ഗൈസ്. അപ്പോൾ നമ്മൾ വന്നിട്ട് മേഘാലയ ബോർഡറിലേക്ക് കയറി കഴിഞ്ഞു. നിങ്ങൾ കണ്ടോ, ഈ ഫ്ലൈ ഓവറിന്റെ അപ്പുറം സൈഡ് വന്നിട്ട് ആസാമും ഇവിടെ വന്നിട്ട് മേഘാലയയും. നമ്മളൊരു ചോറിന്റെ അപ്പുറം ഇപ്പുറം എന്ന് പറയുന്ന പോലെ രസമുണ്ട്. ചെക്ക് പോസ്റ്റ് വേറെ ഒരു സീനും ഇല്ലായിരുന്നു. നമ്മുടെ ഡ്രൈവർ കിഷോർ ഭായി പറഞ്ഞായിരുന്നു. പുള്ളി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് തോന്നില്ല. അറ്റ്ലീസ്റ്റ് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇതിൽ നമ്മൾ ഈ പല സ്ഥലങ്ങളും അല്ലെങ്കിൽ പലതും വന്നിട്ട് അടയ്ക്കാ മരങ്ങളൊക്കെ കാണുന്നത്. നമ്മുടെ കമുങ്ങെന്ന് പറയും. ഈ കമുങ്ങൊക്കെ വന്നിട്ട് നമുക്ക് പുതിയൊരു കാര്യമല്ല, നമ്മുടെ നാട്ടില് കാണുന്ന സാധനങ്ങൾ തന്നെയാണ്. പക്ഷെ ഗുവാഹത്തി വെച്ച് നോക്കുമ്പോൾ പ്രകൃതിയിൽ നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട്. ആ ഹ്യൂമിഡിറ്റി മാറിക്കിട്ടി കുറച്ചുകൂടി നേച്ചർ ഫ്രണ്ട്ലി ആവുന്നുണ്ട്, എക്കോ ഫ്രണ്ട്ലി ആവുന്നുണ്ട്. അപ്പോൾ അതിനുള്ളൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് വരുന്നുണ്ട്. ഇത് നമ്മുടെ ആദ്യത്തെ ടോൾ പ്ലാസയാണ്. ഞങ്ങൾ ഗുവാഹത്തി വന്നതിന് ശേഷം ആദ്യത്തെ ഫസ്റ്റ് ടോൾ പ്ലാസ. സോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റാണ് ഇന്നത്തെ. പൂരിയും സബ്ജിയും ഒരു ചട്നിയും. നമ്മൾ എല്ലാ തവണത്തെയും പോലെ തന്നെയാണ്, ഒരു നോർമൽ ധാബയിലാണ്. ധാബയുടെ ഓണർ കണ്ടില്ല, ഇവിടെയൊക്കെ നല്ല വൃത്തിയുണ്ട്. ഇത് നമ്മുടെ ഡ്രൈവർ കിഷോർ ഭായി അവിടെ ഇരിപ്പുണ്ട്. ഇത് വ്യൂ ആണ്. അപ്പോൾ നമ്മുടെ ട്രാവൽ തുടങ്ങിയിട്ട് ഏതാണ്ട് 3 മണിക്കൂറോളം ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ മേഘാലയയിലെ ഒരു ടൗണിൽ കൂടിയാണ് പോകുന്നത്. നിങ്ങൾക്ക് ആ കാഴ്ചകൾ കാണിച്ചു തരാം. ഇവിടെ ഈ മൈനിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളും ഉള്ളത് കൊണ്ടാണോ എന്ന് അറിയില്ല, ഒരുപാട് ട്രക്കുകളുണ്ട്. ട്രക്ക് കാരണം ഒത്തിരി തവണ ബ്ലോക്ക് പോലെ വന്നത്. നമുക്ക് ആ കണ്ടിന്യൂസ് ആയിട്ട് സ്പീഡ് ഹൈവേ പോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ക്ലൈമറ്റ് വന്നിട്ട് ടെമ്പറേച്ചറുണ്ട്. ഗുവാഹത്തിയുടെ അത്ര ഹ്യൂമിഡിറ്റിയോ ടെമ്പറേച്ചർ ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ആ ഒരു ഹിൽ പീക്കിലേക്ക്, നമ്മൾ ആ ഒരു ഹിൽ സൈഡ് ഹൈ റേഞ്ച് വന്നിട്ട് പോലും തണുപ്പൊന്നും വലുതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഇത് നമ്മുടെ നാട്ടിലേക്കൊരു ടിപ്പിക്കൽ ടൗൺ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു അർബനൈസ്ഡ് ആയിട്ടുള്ള ഒരു ചെറിയ ചെറിയ സെറ്റപ്പുകളാണ്. കണ്ടില്ല, നമ്മുടെ പണ്ടത്തെ മുടുക്ക് ചായക്കട എന്നൊക്കെ പറയുന്ന പോലെ ഉള്ള സംഭവങ്ങളാണ്. ഇപ്പം നമ്മളിത് ഈ ടൗണിൽ നിന്ന് വിട്ട് അടുത്തതിലേക്ക് കയറുക. റോഡൊക്കെ ഭയങ്കര നാരോയാണ്, വൺ വേ ആണ്. ട്രക്ക് ദേ വരുന്നുണ്ടോ താഴേന്ന്. നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് NH60 കൂടിയാണ്. നിങ്ങളെ കാഴ്ചകളുണ്ടോ സുഹൃത്തുക്കളെ? ഓക്കെ, ആ കാഴ്ചകൾ നിങ്ങൾ നോക്കിയേ, എന്ത് മനോഹരമായ വാലി ഇതാന്ന് നോക്കിയേ. അയ്യോ, ടെസ്റ്റ് അടിച്ചൊന്ന് പോകും. ഇത് ഈ ട്രക്കുകാരന്മാർ നമ്മളെ കയറ്റി വിടത്തുമില്ല. നമ്മൾ കയറി നമ്മൾ ഇത്ര നേരം കയറുന്നു. ഇപ്പം മല ഇറങ്ങുക. किशोर भाई, इधर का ठंडा टाइम में क्लाइमेट कितना कब चालू होगा मेघालय में बारिश के बाद? ഡിസംബർ. അപ്പോൾ ഇവിടെയും ക്ലൈമറ്റ് ഡിസംബറിൽ തന്നെയാണ് തണുപ്പ് ചാലു പോകുന്നതാണ് പറയുന്നത്. പക്ഷേ ആ സമയത്ത് ന്യൂ ഇയർ പാർട്ടിയൊക്കെ ആയിട്ട് ആൾക്കാർ നല്ല തിരക്കിലായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് റെൻറ്റോ റേറ്റ് ഒന്നും അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു കുഴപ്പമില്ല, ക്ലൈമറ്റ് അഫോർഡബിൾ ആണ്. മേഘാലയയിൽ എനിക്ക് ഏറ്റവും എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുകളിലേക്ക് നോക്കിക്കേ, ആ മേഘം ഇങ്ങനെ തൊട്ട് നിൽക്കുന്നത് കണ്ടോ. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ മേഘങ്ങൾ ഒരുപാട് ദൂരെയാണല്ലേ, ഒത്തിരി ദൂരെയാണ്. പക്ഷെ ഇവിടെ മലയുടെ മുകളിലായതുകൊണ്ടാണോ എന്നറിയില്ല, പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ ഒരുപാട് അടി മുകളിലാണ്, അതുകൊണ്ടും കൂടി ആവാം. പക്ഷേ
നമുക്ക് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവുമല്ലേ ആ ഒരു മേഘം ഇങ്ങനെ മരങ്ങളുടെ മുകളിൽ ഇങ്ങനെ തൊട്ട് നിൽക്കുന്നത് പോലെ. ഇതിലും എന്താ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ ഇതിനെക്കാട്ടിലും ബെറ്ററായിട്ട് നമുക്ക് കാണാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ആ ഒരു വ്യൂ ഭയങ്കര രസമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് എന്താ പറയുക, ഞാൻ ഫ്ലൈറ്റിലിരുന്നപ്പോൾ തന്നെ ഞാൻ മേഘങ്ങളൊക്കെ കണ്ടപ്പോഴത്തേനും എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. പക്ഷേ ഇത് അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടെ നമ്മുടെ ഈ കിഷോർ ഭായ് പറഞ്ഞെന്ന് വെച്ചാൽ ആസാമിലും മറ്റും വർഷത്തിൽ ഒരു തവണയാണ് നമ്മുടെ നെല്ലിൻ്റെ കൃഷി നടക്കുന്നതെന്നാണ് പറഞ്ഞത്. ഇത് മാപ്പിയൂത്ത് മേഘാലയൻ നെയിമാണ്. നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ പോകുന്നൊരു ഇമോഷൻ മാത്രമേ ഇതിലും വരുന്നുള്ളൂ. പക്ഷേ ഇപ്പം എന്നാ പറ്റുമെന്ന് വെച്ചാൽ നമ്മളൊരു 3 സ്ഥലങ്ങളോടെ മിസ്സായി. ഒരു ക്യാനിൻ മിസ്സായി. ക്യാനിൻ വന്ന് നമുക്ക് തിരിച്ചെടുക്കും, കുഴപ്പമില്ല. ഒരു ദുർഗാമാതാ ടെമ്പിളുണ്ട്, പിന്നെ ഒരു തീർച്ചയായും അത് ഞങ്ങളുടെ മിസ്റ്റേക്ക്. കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളത് മാപ്പ് നോക്കാൻ പുള്ളിയോട് പറയാൻ പറ്റി. പുള്ളി വണ്ടി ഓട്ടിക്കായിരുന്നു. അപ്പോൾ അത് നമ്മൾ വേറെ ഏതെങ്കിലും പിക്ക് ചെയ്യാൻ ശ്രമത്തിലാണ്. പക്ഷേ ട്രിച്ചി ഫോൾസിൽ ഒരു എന്താ പറയുക 565 റിവ്യൂസേ ഉള്ളൂ. അവിടെ 200 rupees ഉണ്ടോ എൻട്രി ഫീസ് ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അത് മാനേജ് ചെയ്യാമെന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഇന്നൊരു പുതിയ വേറൊരു സ്ഥലത്തേക്ക് പുള്ളി കൊണ്ടുപോകാൻ പറയുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇന്നോട്ട് ഒരു വർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കാണ്. അയാൾ നാവിഗേറ്ററായി, ഞാൻ വന്നിട്ട് ക്യാമറാമാനായി. ഇന്നത്തെ മിസ്സായി കഴിഞ്ഞാൽ ഉത്തരവാദി നാവിഗേറ്ററാണ്. അപ്പോൾ കാഴ്ചകൾ കണ്ടു, എന്ത് രസമാണ്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ ഈ പൈൻമര കാടുകളും ട്രക്കുകൾ നമുക്ക് കാണാൻ പറ്റുകയില്ല, പക്ഷെ ആ കാഴ്ചകൾ കാണുന്നുണ്ടോ ആ വാലീസിലേക്ക്? നമ്മുടെ തരത്തിൽ ചിലപ്പോൾ മൂന്നാറുമായിട്ടോ ചിലപ്പോൾ വയനാടോട്ടൊക്കെ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് തോന്നും. പക്ഷെ എന്നാൽ പോലും അങ്ങനെ അല്ല കേട്ടോ. ചുമ്മാതല്ല യാത്ര ചെയ്യുന്ന ആൾക്കാരും ഈ മേഘാലയ എന്ന സ്ഥലത്തിനെ ഭ്രാന്തമായിട്ട് സ്നേഹിക്കുന്നത്. ഈ ചൂടത്തും അല്ലെങ്കിൽ ഈ ക്ലൈമറ്റിലും അത്ര തണുപ്പൊന്നും ഇല്ലെങ്കിൽ പോലും ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ എല്ലാവരും. ഞങ്ങൾ 2 കണ്ടില്ലായോ എന്നാ രസമുള്ളൂ. ഞാൻ ക്യാമറയുടെ ഒരുപാട് ഫീച്ചേഴ്സിലൊന്നും കളിക്കുന്നില്ല, കാരണം ആ വിഷ്വലിനൊരു കണ്ടിന്യൂറ്റി കിട്ടാനായിട്ട്. ആ ഒരു നിങ്ങൾ കണ്ടോ കാഴ്ചകൾ, എന്ത് രസമല്ലേ. പുരിയാങ് അതാണ് സ്ഥലം. നിങ്ങളെ കാഴ്ചകൾ കാണുന്നു. നമ്മൾ വന്ന വഴികളാണ്, കൃഷികൾ. നമ്മൾ അത്രയും ദൂരെ കയറിയാണ് അവിടെ നിന്ന് കയറി ഇങ്ങോട്ടേക്ക് വന്നേ. എൻ്റെ പൊന്ന് സാറേ, നിങ്ങൾ ആ വാലീസ് നോക്കിയേ. വാലീസ് ഞാൻ എൻ്റെ ക്യാമറ ഓൺ ചെയ്യുന്ന സമയത്തേക്ക് വാലീസിൻ്റെ വ്യൂ പോവുക. നമുക്ക് നിർത്താനൊന്നും പറ്റില്ല, നമുക്ക് ഒരുപാട് ദൂരം ഇനി യാത്ര ചെയ്യാനുണ്ട്. അതേ വന്നു. Accident point and try. Wow. ഗൈസ്, നിങ്ങൾ കാണുന്നില്ല ആ കാഴ്ചകൾ? നോക്ക് മക്കളെ, നോക്ക് കാഴ്ചകൾ. ഇതൊക്കെയാണ് കാഴ്ചകൾ. അപ്പോൾ ഇവിടെ സൂര്യഭഗവാൻ വന്നു കഴിഞ്ഞു. നമ്മൾ എന്താ അടുത്ത പരിപാടി? അപ്പം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ. അപ്പോൾ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള ട്രാവൽ സീരീസസ് പുതിയ വീഡിയോസ് വരുന്നുണ്ട്. കാണുക, സപ്പോർട്ട് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. പിന്നെന്താണ്? പിന്നൊന്നുമില്ല. അപ്പോൾ
പുതിയ ആളാണെങ്കിൽ കുടുംബത്തിലേക്ക് സ്വാഗതം.